ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു തറവാടി ചിക്കൻ കറി. തറവാടി ചിക്കൻ കറി എന്ന് പറഞ്ഞാൽ പണ്ടൊക്കെ നമ്മളുടെ നാട്ടിൻപുറങ്ങളിൽ, നമ്മളുടെ പഴയ വീടുകളിലൊക്കെ ചിക്കൻ കറി ഉണ്ടാക്കുമ്പോൾ അതിനൊരു കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമേ ഉണ്ടാവുള്ളൂ. കാരണം ബാക്കിയുള്ളതിനെക്കുറിച്ചൊന്നും അവരന്ന് അറിവില്ലായിരുന്നു, ഇല്ലെങ്കിൽ അതൊന്നും നാട്ടിൻപുറങ്ങളിൽ ലഭ്യമല്ലാതിരുന്നു. നമ്മൾ ചെറിയ ഉള്ളി, കുറച്ച് വെള്ളുള്ളി തന്നെ ഇതിനൊരു അധികപ്പറ്റാണ്, ഇല്ലെങ്കിൽ അലങ്കാരമാണ് എന്ന് പറയാം. നമ്മൾ സാധാരണ എടുക്കാറ് ഈ ഒരു മല്ലി, അതേമാതിരി വറ്റൽമുളക്, ചെറിയ ഉള്ളി, ഇതുപയോഗിച്ചാണ് പണ്ട്. ഇതെല്ലാം കൂടെ വറുത്ത് അരച്ചാണ് നമ്മൾ ചിക്കൻ കറി ഉണ്ടാക്കുക. പക്ഷേ ഇന്ന് നമ്മൾ അതിൻ്റെ കൂടെ കുറച്ച് വെള്ളുള്ളിയും കൂടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ നമ്മളൊന്ന് ചീനിച്ചട്ടിയിലേക്ക് ഇട്ടൊന്ന് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം, ഒന്ന് വറുത്ത് എടുക്കണം. ഇതെല്ലാം കൂടി ഇടാം. ഞാൻ ആ വീഡിയോ കാണിക്കുന്നതിനുള്ള ഒരു സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് ഇത് ഓരോന്നായിട്ട് ഇടുന്നത്. നിങ്ങൾക്ക് ഇതെല്ലാം കൂടെ തന്നെ ആ ചീനിച്ചട്ടിയിലേക്ക്, ചൂടായ ചീനിച്ചട്ടിയിലേക്ക് ഇടാം. വറ്റൽമുളകും നമ്മളുടെ മല്ലിയും അതേമാതിരി വെള്ളുള്ളിയും ഇതും കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് അതിനെ ചൂടാക്കി, നല്ലൊരു മണം വരും അതുവരെ ഒന്ന് ചൂടാക്കുക. നമ്മളിവിടെ എടുത്തിരിക്കുന്ന ചിക്കൻ്റെ അളവ് എന്ന് പറയുന്നത് ഏകദേശം 1 കിലോ 300 ഗ്രാം, 1.25 കിലോയിൽ കൂടുതലാണ്. അപ്പോൾ അതിനായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് 100 ഗ്രാം മല്ലിയാണ്. അതേമാതിരി 10-15 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. ഒരു 7-8 വലിയ അല്ലി വെള്ളുള്ളിയും എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ ഇനി ഇതൊന്ന് വറുത്ത് ഒരു ചെറിയ ചൂടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിലേക്ക് നമ്മൾ ഒരു 2-3 പിടി ചെറിയ ഉള്ളി, ഏകദേശം 1/2 കിലോൻ്റെ അടുത്ത് തന്നെ വരും, അത്രയും ചെറിയ ഉള്ളിയാണ് നമ്മളിതിൽ ഉപയോഗിക്കുന്നത്. ഇനി ഇതിനെ ഒന്ന് നന്നായിട്ട് വറുത്തെടുക്കാം. ഇതാദ്യമൊന്ന് ചൂടാകട്ടെ, അതിന് ശേഷം വേണം നമുക്ക് ചെറിയ ഉള്ളി ഇടാൻ. ഇതൊന്ന് ഒരുവിധം ചൂടായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഇനി 2-3 പിടി, ഞാൻ പറഞ്ഞു 2-3 പിടി ചെറിയ ഉള്ളി നമ്മൾ ചേർത്ത് അതും കൂടെ നന്നായിട്ടൊന്ന് വഴറ്റി ഒന്ന് മൂപ്പിച്ചെടുക്കുക. നല്ല ഹൃദ്യമായിട്ടുള്ളൊരു മണമായിരിക്കും ഈ സമയത്ത് നമുക്ക് കിട്ടുക. ഉള്ളി കൂടെ മൂത്ത് വരുമ്പോൾ ഇതിൻ്റെ എല്ലാം കൂടെയുള്ളൊരു മണം, അത് അതീവ ഹൃദ്യമായിട്ടുള്ളൊരു മണമായിരിക്കും. ഉള്ളിയൊക്കെ മൂത്ത് നമ്മൾ നേരത്തെ പറഞ്ഞ ഹൃദ്യമായിട്ടുള്ള മണം വന്നു തുടങ്ങിയിരിക്കുന്നു. ഇനി നമ്മൾക്ക് ഇതിനെ അടുപ്പിൽ നിന്നൊന്ന് മാറ്റി വയ്ക്കാം. ശ്രദ്ധിക്കുക, ഇതെല്ലാം നമ്മൾ ചെയ്തത് ഒരു മീഡിയം ഫ്ലെയിമിലാണ്, കാരണം ഇല്ലെങ്കിൽ ഒരുപാട് കരിഞ്ഞു പോകും. ഇനി നമുക്കിതൊന്ന് ആറിയിട്ട് വേണം അതിനെ ഒന്ന് അരച്ചെടുക്കാൻ. അപ്പോഴേക്കും നമ്മളുടെ ചിക്കൻ കഴുകി നമ്മൾ കഷ്ണമാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ, ഞാൻ പറഞ്ഞു 1.25 കിലോയിൽ കൂടുതലുണ്ട്. അപ്പോൾ ആ ചിക്കൻ കഴുകി വൃത്തിയാക്കി വെച്ചതാണ്. അതിനെ ഇനി അടുപ്പിൽ വെച്ച് കുറച്ച് മാത്രം വെള്ളമൊഴിച്ച് ഒരു പാത്രത്തിൽ വെച്ച് അതിനെ ഒന്ന് വേവിക്കണം. അതിൽ നിങ്ങൾ കുക്കറിലോ എന്ത് പാത്രത്തിലും ഉപയോഗിക്കാം. കുക്കറിൽ നമ്മൾ വെക്കുന്നു എന്നേ ഉള്ളൂ, പക്ഷേ അതിൻ്റെ വെയിറ്റ് ഇടുകയോ അങ്ങനെ ഒന്നും ചെയ്യുന്നില്ല. വെറുതെ ഒന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കുക. അപ്പോഴേക്കും നമ്മളുടെ ഉള്ളിയും മല്ലിയും ഒക്കെ ഒന്ന് ആറി അതിനെയും കൂടെ ഒന്ന് അരച്ചെടുക്കാനുണ്ട്. കുറച്ച് മഞ്ഞൾപ്പൊടി കൂടെ നമ്മൾ ഈ ചിക്കനിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിനെ നമുക്കൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. കുറച്ചൊന്ന് വെന്ത് വരണം. ഒരുപാട് ഇപ്പോൾ വേവിക്കേണ്ട ആവശ്യമില്ല, കാരണം നമ്മളുടെ അരപ്പ് കൂടെ ചേർത്തി പിന്നെയും നമുക്കതിനെ വേവിച്ച് അരപ്പൊക്കെ അതിൽ പിടിക്കത്തക്ക വിധം അതിനെ നന്നായിട്ട് വേവിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ ഒരു അരവേവ് മാത്രം വേവിച്ചാൽ മതിയാകും. അപ്പോഴേക്കും നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ ഒരു കൂട്ട്, ഉള്ളിയും മല്ലിയും ഒക്കെ ഒന്ന് അരച്ചിട്ട് വരാം. പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ ഒരു ഡിഷിൽ നമ്മൾ ഇതുവരെയും ഏതൊരു വിധത്തിലുള്ള എണ്ണയും ഉപയോഗിച്ചിട്ടില്ല.
ഇവിടെ നമ്മളുടെ ഈ അരപ്പിൻ്റെ കൂട്ടെല്ലാം ആറിയിട്ടുണ്ട്. അതിനെ നമുക്ക് ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് നല്ലപോലെ ഒന്ന് വെണ്ണ പോലെ അരച്ചെടുക്കണം. പണ്ടൊക്കെ നമ്മൾ അരകല്ലിലും ഒക്കെയാണ് ഇതെല്ലാം അരച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ നമ്മൾ മിക്സിയിലേക്ക് കടന്നിരിക്കുന്നു. ഇപ്പോൾ നമ്മൾ മിക്സിയിലാണ് ഇട്ട് ഇത് അരയ്ക്കാൻ പോകുന്നത്. എണ്ണ ഉപയോഗിച്ചിട്ടില്ല എന്നുള്ളത് കൊണ്ട് ഈ ഒരു കറിയുടെ സ്വാദിനൊന്നും ഒരു കുറവുമില്ല. ഇനി നമുക്ക് നമ്മളുടെ കുക്കർ ഒന്ന് തുറന്നു നോക്കാം. ഇവിടെ ഇതാ നല്ല പോലെ ഒരു അരവേവ് വെന്തിരിക്കുന്നു. വെള്ളമൊക്കെ വെട്ടിത്തിളയ്ക്കുന്നുണ്ട്. അപ്പോഴേക്കും നമ്മളുടെ ഇവിടെ അരപ്പും റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയത്താണ് നമ്മൾ ഉപ്പ് ചേർക്കാൻ പോകുന്നത്. കറിയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഈ സമയത്ത് നമ്മൾ ചേർത്ത് കൊടുക്കുന്നു. ഇനി ഇതിലേക്ക് നമ്മളുടെ വെണ്ണ പോലെ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. അരപ്പ് കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ആ മിക്സിയുടെ ജാറിൽ പറ്റി പിടിച്ചിരിക്കുന്ന അരപ്പിനെയൊക്കെ ഒന്ന് എടുക്കാൻ വേണ്ടി അതിൽ കുറച്ച് വെള്ളമൊഴിച്ച് ആ മിക്സി കൂടെ ഒന്ന് കലക്കി അതിലേക്ക് ഒഴിക്കും. എന്നിട്ട് ഇതിനെ നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കും. ഇത്രയുമാണ് നമ്മളുടെ ഈ ഒരു തറവാടി ചിക്കൻ എന്ന് പറയുന്ന ചിക്കൻ്റെ പരിപാടികൾ. വേറെ ഒരു ഇൻഗ്രീഡിയൻസുമില്ല. ഇതിൽ ഒരു എണ്ണയും നമ്മൾ ചേർക്കുന്നില്ല. ശരീരത്തിന് ഒരു തരത്തിലുള്ള ദോഷങ്ങളും ഉണ്ടാക്കുകയില്ല. ചിക്കൻ നല്ലപോലെ വേവിക്കണം എന്ന് മാത്രം. മസാല ചേർത്തിയതിന് ശേഷം നല്ലപോലെ തിളച്ച് കുറച്ച് സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ മീഡിയം ഫ്ലെയിമിലേക്ക് വെക്കണം. ആ മീഡിയം ഫ്ലെയിമിൽ കിടന്നും കുറച്ച് നേരം അതങ്ങനെ വെന്തുകൊണ്ട് അതിൻ്റെ ആ ചാറൊക്കെ ഒന്ന് കുറുകണം. അപ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് കൂടുതൽ ഉണ്ടാവുക. ഇനി ഇത് ചാറ് പോലെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അല്പം വെള്ളം ചേർത്തി അതിനെ ചാറ് പോലെ ആക്കി നമ്മൾക്ക് ചോറിൻ്റെ ഒപ്പമോ എല്ലാം ഇത് കഴിക്കാൻ പറ്റും. അല്ലാത്ത പക്ഷം ഇത് പൊറോട്ടയുടെ കൂടെയോ ബ്രെഡിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ എല്ലാം കഴിക്കാൻ സ്വാദിഷ്ടമായിരിക്കും. ഇനി ഇതിനെ നമ്മൾക്ക് ഒരു സർവിങ് ബൗളിലേക്ക് മാറ്റി വയ്ക്കാം. പണ്ടൊക്കെ നമ്മളുടെ നാട്ടിൻപുറങ്ങളിൽ ചിക്കൻ അല്ലെങ്കിൽ അഥവാ കോഴി ഉണ്ടാക്കുക എന്നുള്ളത് വല്ലപ്പോഴും ഒരിക്കലായിരിക്കും. അത് ഈ ഒരു വിധത്തിലായിരുന്നു അതിൻ്റെ ഒരു റെസിപ്പി. കാരണം അന്നൊന്നും നമ്മൾക്ക് ഫ്രഷ് ക്രീമുകളോ ഇല്ലെങ്കിൽ വേറെ ഇപ്പോൾ പറയുന്ന രീതിയിലുള്ള ഇൻഗ്രീഡിയൻസ് ഒന്നും അന്ന് കിട്ടുമായിരുന്നില്ല. ഇല്ലെങ്കിൽ അതിനെപ്പറ്റിയൊന്നും അറിവുണ്ടായിരുന്നില്ല. പക്ഷേ ഈ ഒരു ചിക്കൻ കറിയും പ്രത്യേകിച്ച് നാടൻ കോഴി കൊണ്ട് ഇങ്ങനെ ഒരു വിഭവം ഉണ്ടാക്കുമ്പോൾ അതിന് വളരെയേറെ രുചികരമായിരുന്നു അത്. ഇനി നമ്മളിത് എന്തിൻ്റെ കൂടെ കഴിക്കണമെന്ന് ചോദിച്ചാൽ ഇന്ന് നമ്മളിത് കഴിക്കുന്നത് ബ്രെഡിൻ്റെ കൂടെയാണ്. ബ്രെഡ് എങ്ങനെ കഴിക്കുന്നു എന്ന് ചോദിച്ചാൽ ബ്രെഡിനെ ഈ വിധത്തിൽ സ്ലൈസുകളായിട്ടുള്ള ബ്രെഡുകളെ നമ്മൾ ഇഡ്ഡലി പാത്രത്തിൽ ആവിയിൽ വെച്ച് ഒന്ന് ആവി കയറ്റിയെടുക്കുന്നു. ആവി കയറ്റിയെടുത്താൽ അത് നല്ല സോഫ്റ്റായിട്ട് മാറും. ആ സോഫ്റ്റായിട്ടുള്ള ആ ബ്രെഡും ഈ ഒരു ചിക്കനും കൂടിയിട്ടാണ് നമ്മൾ ഇന്ന് കഴിക്കുന്നത്. ഫ്രണ്ട്സ്, നമ്മൾ ഇതുവരെ പറഞ്ഞതും കാണിച്ചതും എല്ലാം തീരെ എണ്ണയില്ലാതെ ഈ ഒരു മല്ലിയും മുളകും വെള്ളുള്ളിയും ചെറിയ ഉള്ളിയും ചേർത്തിട്ടുള്ള ആ ഒരു ചിക്കനായിരുന്നു. ആ ഒരു ചിക്കൻ അതേപോലെ തന്നെയാണ് നമ്മൾ ബ്രെഡിൻ്റെ കൂടെ ഉപയോഗിച്ചതും. ഇനി നമ്മൾക്ക് അതിനെ ഒന്നും കൂടെ ടേസ്റ്റ് വരുത്തണം, രുചികരമാക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ അല്പം ഒരു ചീനിച്ചട്ടിയിലേക്ക് ഈ ഒരു ഐറ്റം എടുത്ത് ഈ ഒരു വിഭവം എടുത്ത് അതിലേക്ക് കുറച്ച് നല്ല ആട്ടിയ വെളിച്ചെണ്ണ ഒഴിച്ച് അതിനെ ഒന്ന് വരട്ടിയെടുത്താൽ ഇനിയും അത് രുചികരമായിരിക്കും. അപ്പോൾ അങ്ങനെയും ഒന്ന് ചെയ്തു നോക്കുക. രണ്ട് വിധത്തിലും ഒന്ന് ചെയ്തു നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നമ്മളുടെ കമൻറ്റ് ബോക്സിൽ വന്ന് അറിയിക്കുക.
ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. നമ്മളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും ഇതൊന്ന് ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ എല്ലാവരും ഇതൊന്ന് ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് കൂടെ എത്തിക്കുക. അടുത്ത ഒരു വീഡിയോയുമായിട്ട് വരുന്നവരായിരിക്കും. ബൈ, എൻജോയ്.